പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസി വോട്ടർമാരുടെ വരവിൽ കേരളത്തിൽ ആശങ്ക. നാട്ടിലേക്കുള്ള ഇവരുടെ യാത്ര അനിശ്ചിതത്വത്തിലായതോടെ പാർട്ടികളും മുന്നണികളും കടുത്ത നിരാശയിലാണ്. കേരളത്തിൽ ചൂടുപിടിച്ച ഇലക്ഷൻ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വോട്ട് തേടി എല്ലാ മുന്നണികളും കഴിയുന്നത്ര വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. എന്നാൽ പ്രവാസികളെ കണ്ടെത്തി വോട്ട് ചേർക്കാൻ നാട്ടിലും വിദേശത്തുമായി രാഷ്ട്രീയ പാർട്ടികൾ വലിയ തരത്തിലാണ് ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പ്രവാസികളുടെ എണ്ണം കൂടുമെന്നും ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാനത്താകെ 2,23,558 പ്രവാസികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് വലിയ തോതിൽ പ്രവാസി വോട്ടർമാരുമുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ചെറിയ ശതമാനം മാത്രമേ ഇപ്പോഴും പട്ടികയിൽ വോട്ടർമാരുള്ളൂ എന്നത് മറ്റൊരു കാര്യമാണ്. 22 ലക്ഷത്തോളം മലയാളികൾ വിദേശത്തിലുണ്ടെന്നാണ് 2023 കേരള മൈഗ്രേഷൻ സർവേ പറയുന്നത്. ഇവരിൽ 80.5% പേരും ഗൾഫ് രാജ്യങ്ങളിലാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രവാസി വോട്ടർമാരിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നുതന്നെയാണ്. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ നാട്ടിലെത്താൻ കഴിയുമോ എന്നാണ് ഇവരുടെ സംശയം. വിമാനയാത്രാ തടസ്സങ്ങളും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചാർട്ടേഡ് വോട്ട് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനാകുമോ എന്നാണ് ചോദ്യങ്ങളും ആശങ്കകളും ഉയരുന്നത്. കേരളത്തിലെ ഇലക്ഷനിൽ ജയപരാജയം നിശ്ചയിക്കാൻ പ്രവാസി വോട്ടർമാർക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിദേശങ്ങളിൽ കഴിയുന്നവരെ എത്തിക്കാൻ അതിനാൽ തന്നെ മുന്നണികൾ ഇക്കുറിയും കടുത്ത മത്സരം നടത്തും. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടടുത്തതോടെ പ്രവാസി വോട്ടുകളിൽ നോട്ടമിട്ട് മുന്നണികളും പ്രചരണം കടുപ്പിക്കുകയാണ്. പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികളും വാഗ്ദാനങ്ങളും ഇത്തവണയും പ്രചാരണത്തിലുടനീളമുണ്ട്. ഗൾഫിലെ യുദ്ധഭീതി മൂലം പ്രവാസി സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും തൊഴിൽ നഷ്ടവുമെല്ലാം പരിഹരിക്കാനുള്ള ഫോർമുല ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് മുന്നോട്ട് വെക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് ലഭിക്കുന്ന അപേക്ഷകളിൽ നടപടിയെടുക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ നടപടി വേഗത്തിലാക്കാൻ ശ്രമം നടത്തുമെന്നും ഉറപ്പാണ്. മാത്രമല്ല, നാട്ടിൽ പോയി വോട്ട് ചെയ്യണമെന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നവർക്ക് വലിയ ആശങ്ക മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ഈ സാഹചര്യങ്ങളും വിമാനയാത്രാ തടസ്സങ്ങളും പ്രവാസികൾക്ക് ഇരുട്ടിടിയായി മാറിയിരിക്കുകയാണിന്ന്. ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.